മാനന്തവാടിയിൽ സീറ്റ് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ച് CK ജാനു. സീറ്റില്ല എന്ന് VD സതീശൻ അറിയിച്ചതായി ജാനുവിന്റെ കത്തിൽ. MP എന്ന നിലയിൽ ഇടപെടണമെന്ന് പ്രിയങ്കയ്ക്കും പ്രത്യേകം കത്തയച്ചു. കൂടുതൽ വിവരങ്ങളുമായി ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാലിലേക്കാണ്. ശരത് ലാൽ, ഇപ്പോൾ CK ജാനുവിന്റെ സീറ്റ് എന്നുള്ള ആവശ്യം VD സതീശൻ മുളയിലെ നുള്ളി എന്നാണോ പരാതിയായി പറയുന്നത്? പരാതി എങ്ങനെയാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്? കോൺഗ്രസ് ഹൈക്കമാൻഡിനാണ് CK ജാനു കത്തയച്ചിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് മാനന്തവാടിയും അതേപോലെ ബാലുശ്ശേരിയും തങ്ങൾക്ക് നൽകണമെന്നാണ്. അത് UDF കൺവീനർ അത് പൂർണ്ണ രൂപത്തിൽ തള്ളിക്കളയുകയും അടൂർ പ്രകാശും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ രണ്ട് ആവശ്യങ്ങളും തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് ഹൈക്കമാൻഡിലേക്ക് ഒരു കത്തയച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കും അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്കുമാണ് കത്തയച്ചത്. കാരണം വയനാട്ടിൽ നിന്നുള്ള MP ആണ് പ്രിയങ്ക ഗാന്ധി. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിക്കും ഈ പരാതിയായിട്ട് തന്നെയാണ് കത്തയച്ചിരിക്കുന്നത്. ഏതായാലും CK ജാനു സീറ്റില്ല എന്നതാണ് കേരളത്തിലെ KPCCയുടെ തീരുമാനം. ആ തീരുമാനത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ CK ജാനു കോൺഗ്രസ് ഹൈക്കമാൻഡിന് കത്തയച്ചുകൊണ്ട് പ്രകടിപ്പിച്ചത്. കാരണം NDAയിൽ നിന്ന് CK ജാനു UDFയിൽ എത്തുമ്പോൾ CK ജാനുവിന് സീറ്റ് നൽകുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന് നൽകിയ കത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും UDFയിൽ സീറ്റ് ചർച്ചകൾ തുടരുന്നതിന് മുമ്പേ തന്നെ CK ജാനുവിന് സീറ്റില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് അവരെ അറിയിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ CK ജാനുവിന്റെ കാര്യത്തിൽ ഇനിയൊരു പുനർചിന്തനം രാഹുൽ ഗാന്ധി ഇടപെട്ടുണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ബാലുശ്ശേരി ട്രൈബ് സീറ്റല്ല, ബാലുശ്ശേരി SC സീറ്റാണ്. അതുകൊണ്ട് ബാലുശ്ശേരി ലഭിച്ചുകൊണ്ട് CK ജാനുവിന് മത്സരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ തവണ അവനെ ധർമ്മജൻ ബോൾഗാട്ടിയാണ് മത്സരിച്ചത്. ഏതായാലും ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്നാൽ CK ജാനുവിന്റെ UDF പ്രവേശനത്തിൽ വിള്ളൽ വീഴുന്നു എന്ന് വേണം പറയാൻ. ഹൈക്കമാൻഡിൽ നിന്ന് അനുകൂലമായ പ്രതികരണം ലഭിച്ചിട്ടില്ലെങ്കിൽ CK ജാനു UDF വിടുമോ എന്നത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും ഹൈക്കമാൻഡിനെ CK ജാനു സമീപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും CK ജാനുവിനെ മത്സരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. മാനന്തവാടി സീറ്റാണെങ്കിൽ ST ട്രൈബ് സീറ്റാണ്. അതുകൊണ്ട് അവിടെ CK ജാനുവിന് മത്സരിക്കാം. എന്നാൽ UDF ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. എന്നാൽ CK ജാനു ആവശ്യപ്പെട്ട 2 സീറ്റുകൾ ഏതായാലും കോൺഗ്രസ് വിട്ടുനിൽക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും UDF കൺവീനറും CK ജാനുവിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു കത്ത് CK ജാനു കോൺഗ്രസ് ഹൈക്കമാൻഡിന് അയച്ചത്. ശരി ശരത് ലാൽ.